താൻ നേരിട്ടൊരു ദുരനുഭവത്തിന് പിന്നാലെ ടെലഗ്രാമിലെ ലൈംഗിക വേട്ടക്കാരെ തേടിപ്പോയ ഒരാളുണ്ട്. ഇൻസ്റ്റാഗ്രാമിലെ താരമായ കൊച്ചി സ്വദേശി ദിലിൻ ദിനേശൻ. കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുടെ നഗ്നചിത്രങ്ങൾ ടെലഗ്രാമിൽ കണ്ട് നടുങ്ങിയ ദിലിൻ അന്വേഷണത്തിനിടെ വധഭീഷണി വരെ നേരിട്ടു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറെ ഏതോ ലോകത്തെത്തിയത് പോലെ ആയിരിക്കും. സ്വന്തം വീട്ടിലത്തെ അമ്മയുടെയും ചേച്ചിയുടെയും ഫോട്ടോസ് വരെ അപ്ലോഡ് ആവുന്ന ടെലഗ്രാം പേജുകൾ ഇന്ന് കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ട ഒരാൾക്ക് വന്നപ്പോഴാണ് അതിന്റെ വിഷമം ശരിക്കും പറഞ്ഞ് മനസ്സിലായത്. എന്റെ കുഞ്ഞിനെയും എന്റെ വൈഫിനെയും കൊന്നു കളയുമെന്ന് പറഞ്ഞിട്ടൊരു ത്രെട്ട് വന്നായിരുന്നു. ഭയങ്കര ധൈര്യത്തിൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എല്ലാവർക്കും ഫേസ് ചെയ്യേണ്ട. ഇതിലാദ്യമേ എ ബിഗ് സല്യൂട്ട് ടു ഏഷ്യാനെറ്റ് ന്യൂസ്. കാരണം അവരത് അർഹിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണിത്. ഇതിനെ പുറത്തു കൊണ്ടുവന്നതിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് എന്തൊക്കെ പറഞ്ഞാലും ഒരു ബിഗ് സല്യൂട്ട്. അതൊന്നാമത്തെ കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർഷം മുമ്പ് ടിക്ടോക്ക് ഇന്ത്യയിൽ ബാനാക്കിയായിരുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ത്യ ചൈന ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഒരു സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് ബാനാക്കി. ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോഴാണ് ടെലിഗ്രാം ബാനാക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് അല്ല, കേന്ദ്രം ഇടപെടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എനിക്കിപ്പോൾ സംശയം തോന്നുന്നത് ഇപ്പം അന്ന് ഓരോ ചൈനയായിട്ട് അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ കാരണം അത് ബാനാക്കി. ഇപ്പം ഇനി ദുബായി ആയിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം വഷളാവാൻ വേണ്ടി നോക്കിയിരിക്കുകയാണോ അത് ബാനാക്കാൻ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഈ ടെലിഗ്രാം ഒരു ദുബായ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ അതല്ല, ചില സമയത്ത് എലിയെ പേടിച്ച് ഇല്ലം ചൂടാൻ പാടില്ല എന്ന് പറയും. ഇല്ലം ചുടുവോന്നൊക്കെ ചോദിക്കും. പക്ഷേ ചില സമയത്ത് അത് തന്നെയാണ് നല്ലത്. കാരണം ഈ എലി എന്തൊക്കെ പറഞ്ഞാലും പെറ്റി പെരുകി ഇല്ലത്തിന് പുറത്തുകാരനേക്കാളും ഭേദം എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നത് തന്നെയാണ്. അതിനകത്ത് ഒരു കുഴപ്പമില്ല. അപ്പം ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ലിങ്ക് ഫുള്ള് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞൊരു കാര്യം, പിന്നെയും പറയുന്നൊരു കാര്യം, 15 വയസ്സ് താഴെയുള്ളവരാണ് ഇതിനകത്ത് ഇടപെടുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കുട്ടികൾ ഇതിനകത്ത് വന്നു പെടുന്നുണ്ട്. ഇത് ഒരു ചോദ്യം ചെയ്യപ്പെടേണ്ടത് കുട്ടികളെ അല്ല, അവരുടെ പേരൻസിനെയാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂജൻ പാരൻറ്റിങ് എന്നുള്ളൊരു സംഭവം തോറ്റുപോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുക കാര്യങ്ങൾ. അപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ പറയാറുള്ളൊരു കാര്യമുണ്ട്. എൻ്റെ അച്ഛൻ ചെയ്തതൊക്കെ ശരിയായിരുന്നു എന്ന് എനിക്ക് തോന്നിത്തുടങ്ങുമ്പോൾ എൻ്റെ അച്ഛൻ ചെയ്യുന്നത് ഒക്കെ തെറ്റാന്ന് പറയുന്ന ഒരു മകൻ എനിക്ക് ജനിക്കുന്നു. ശരിക്കും പറയാം. അപ്പോൾ എനിക്ക് മകനൊന്നും ജനിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഒരു പേരൻറ്റിങ് എന്നൊരു രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ചിലപ്പോൾ ഒരു സമയമായിരിക്കാം. അപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് ആ സംഭവം എന്താണെന്നുള്ളത്. അത് അങ്ങനെ പറയണതിനൊരു ഇതിന് ഭയങ്കര വാല്യൂ ഉണ്ട് ആ സംഭവം. അപ്പോൾ ഞാൻ ഈ പറയണത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പേരൻസിനാണെങ്കിലും അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനാണെങ്കിലും ഒക്കെ മനസ്സിലാവുമായിരിക്കും എന്താണ് ഞാൻ ഉദ്ദേശിക്കണമെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചിലവരെന്നോട് ചോദിക്കുമായിരിക്കും, നീ പേരൻ്റ് ആയിട്ടില്ല പിന്നെ എന്തിനാണ് നീ കിടന്ന് ഇങ്ങനെ പറയണേ എന്ന് പറയായിരിക്കും. പക്ഷേ ഓക്കെ, ഞാൻ പേരൻ്റ് ആയിട്ടില്ല, ശരി, സമ്മതിച്ചു. പക്ഷേ എനിക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. അത് എൻ്റെ പേരൻസിനെയാണ്. എൻ്റെ പേരൻസിൻ്റെ വ്യൂ പോയിന്റിൽ കൂടെ എനിക്ക് നോക്കാൻ പറ്റും. അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അതിന് എനിക്ക് എന്തുവേലും ധൈര്യമായിട്ട് പറയാം. അപ്പം ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുമ്പിലത്തെ ജനറേഷൻ പേരൻസ് ഒരു സ്ട്രിക്ട്നെസ് കൊടുക്കുമായിരുന്നു. ആ സ്ട്രിക്ട്നെസ്സിൻ്റെ ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണേ എന്തിനായിരുന്നു അങ്ങനത്തെ സ്ട്രിക്ട്നെസ് എന്നൊക്കെ. അതുമല്ല, വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഈ നാട്ടിലെ ആൾക്കാർ ഭയങ്കരമായിട്ട് ചട്ടം പഠിപ്പിക്കാനും ഭയങ്കര അതും ഇതായിട്ട് ഡ്രസ്സിങ്ങിൻ്റെ സ്റ്റൈൽ ഇതൊക്കെ പെൺപിള്ളേരെ ഭയങ്കരമായിട്ട് ഓരോന്ന് പഠിപ്പിക്കാനൊക്കെ മുൻപിട്ട് ഇറങ്ങുക ഭയങ്കര. പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ, ആൺകുട്ടികളെ അങ്ങ് പൂർണ്ണമായിട്ട് അങ്ങ് അവോയ്ഡ് ചെയ്തു, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ശിക്ഷണമോ അതോ ഇതൊക്കെ ഇത് ആരെ കൊടുക്കണേ ശരിക്കും പറഞ്ഞു അതിനെ പേടിയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഒരു പ്രായം എത്തിക്കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ടീനേജ് ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു പേടിയൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. കാരണം ആൺകുട്ടിയാണ്, ഇവൻ എന്നാ ചെയ്തത് കുട്ടിയാണെന്ന് അറിയാൻ പറ്റില്ല. ഓക്കെ, ശരി തന്നെ. പക്ഷേ ആ ഒരു പേരൻറ്റിങ്ങിൻ്റെ, ഞാൻ പറയണത് ഒരു പേരൻറ്റിങ്ങിൻ്റെ കഴിവ് തെളിയിക്കാൻ പറ്റുന്നത് ടീനേജ് ഉള്ള ഒരു ആൺകുട്ടിയുടെ പേരൻ്റായിട്ടിരിക്കാൻ പറ്റുന്ന അവസ്ഥയില്ല.
അതാണ് ആ കാര്യത്തിൽ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ സല്യൂട്ട് ചെയ്തു പോകും. കാരണം ആ ഒരു സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഒരു കൗമാര പ്രായമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ദേഷ്യവും അല്ലെങ്കിലും അതും ഇതുമൊക്കെ പാരൻസിനോട് തോന്നും. പക്ഷേ വേറെ ഒരു പ്രായത്തിൽ വേറെ ഒരു മെച്യൂരിറ്റിയുടെ വേറെ ലെവലിൽ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണേ ചില സമയത്തെ അവിടെ ഒരു സ്ട്രിക്ട്നെസ്, അതായത് ആ സമയത്ത് നമ്മൾ പറയും എന്തിനാണ് ക്വസ്റ്റ്യൻ ചെയ്യും ഭയങ്കരമായിട്ട്, നമുക്ക് ഒരു ഫ്രീഡം വേണം അല്ലെങ്കിൽ എന്തിനാണ് പ്രൈവസിയിലേക്ക് കിടന്നു തന്നെ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യും. അതൊക്കെ ചെയ്യുമ്പോഴും അത് ഒരു ഒരു കരുതലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു കരുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ കൂടെ നമ്മളെ നോക്കുകയും അതേസമയം ആ ഒരു കരുതലും കൊണ്ടു നടക്കുകയും ചെയ്യുന്നതിലാണ് ഞാൻ കരുതുന്നത് ഒരു പാരൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു കാര്യത്തിൽ, അതായത് എന്നെ സംശയിച്ചതിൽ ഇപ്പം എനിക്ക് അഭിമാനം തോന്നുക. അത് ഓരോ കാര്യത്തിലും എന്നെ സംശയിക്കുന്ന ഒരു ഇതിൽ ഒരു ലെവൽ വരെ കീപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അത് ഇന്നത്തെ ഒരു പേരൻസ് അതിനകത്ത് കുറച്ച് പിന്നോട്ടാണ്. ഭയങ്കര വിശ്വാസം എന്ന് പറഞ്ഞാൽ പിള്ളേരെ ഭയങ്കര ഭയങ്കര ലെവലിലുള്ളൊരു വിശ്വാസത്തിലേക്കാണ് പോകുന്നത്. ഒരു ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ എന്തിനാണെന്നാണ് ചിലപ്പോൾ ആലോചിക്കണേ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് ഇതിനുള്ള ആക്സസ് കിട്ടുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വേറൊരു കാര്യമുണ്ട്. അതാണോ ചർച്ച ചെയ്യേണ്ടത് അതോ ഇതുപോലത്തെ കാര്യങ്ങളാണോ ചർച്ച ചെയ്യേണ്ടത്? അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഞ്ജു പിള്ളയുടെ മോളോ എന്തോ ഫാഷൻ മോഡലിംഗ് ആണ്, അപ്പോൾ അതെന്തോ ഒരു പിക്ചർ എങ്ങാണ്ട് ഫേസ്ബുക്കിൽ വന്നു പറഞ്ഞിട്ട് അതിലേക്ക് ഭയങ്കരമായിട്ട് പൊങ്കാലയും അതും ഇതൊക്കെ നടത്തണം. അത് ഫാഷൻ മോഡലിംഗ് ആണ് കണ്ട വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ എവിടെ കിടക്കണു? അല്ലെങ്കിൽ ഇന്നത്തെ പിള്ളേർ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? പിന്നെയും പറയുക, ഇതിനകത്ത് 15 വയസ്സ് താഴെയുള്ളവർ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൂടെ കേട്ടപ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ട് എന്താ ഈ ലോകം എങ്ങോടെ പോകണമെന്ന് മനസ്സിലാക്കണം. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിലേക്ക് വിളിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ നമ്മൾ പതുക്കെ അവർ എത്തുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പിള്ളേർ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളൊക്കെ ഇതിനകത്ത് ഈ കേസിൽ വന്ന് പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പേരൻസ് അല്ലെങ്കിൽ അവിടെയുള്ള കുടുംബാംഗങ്ങൾ, പേരൻസോ ഗ്രാൻഡ് പേരൻസോ ആയിക്കോട്ടെ, ഇവരൊക്കെ ഈ പോലീസുകാർക്കെതിരെയാണ് വന്ന് കയറുന്നത്. എൻ്റെ മോനെ അല്ലെങ്കിൽ മോളെ കള്ളക്കേസ് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാ ചോദിക്കാൻ ധൈര്യപ്പെടുന്നില്ല സ്വന്തം. അതായത് ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അത്യാവശ്യം തരികിടെ അറിയാവുന്ന പിള്ളേരാണല്ലോ. അപ്പോൾ അവർ ജെൻസി അല്ല അവർ. ഇപ്പോഴത്തെ സ്കൂളിൽ ഇപ്പോൾ ഈ പഠിക്കുന്ന ഈ പ്രായത്തിലുള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫയാണ്. അല്ല, മുതിർന്നവരും ഇതിനകത്ത് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്തുകൊണ്ടാണ് പിള്ളേരിൽ ഫോക്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് ശരിക്കും പറഞ്ഞ് ഇവർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് അറിയില്ല. ഇതങ്ങ് പടർത്തും, വലുതും അറിയാവോ, ഇത് ഏത് രീതിയിൽ എന്തൊക്കെയാണ് ചെയ്തു വിടണമെന്ന് ആർക്കറിയാം. അപ്പോൾ ആ കൺട്രോളിങ് അല്ലെങ്കിൽ പാരൻറ്റിങ് സ്ട്രോങ് ആവേണ്ടത് ഇവരുടെ പേരൻസിൽ നിന്നാണ് തുടങ്ങട്ടെ. അതാണ് ഞാൻ പറയണത്.